നേരിനകത്തൊരിതുണ്ട്. ഒരാളെ വിളിച്ച് കൂട്ടിക്കയറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ശിക്ഷ എന്താണെന്നറിയാമോ? അവിടുന്ന് ഒരു മറുപടി പറയുമ്പോൾ ലാൽ സാറിൻ്റെ കണ്ണിങ്ങനെ എന്ത് രസമായിട്ടത് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങൾ ചെയ്യുന്ന സട്ടിലായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതാണ് ലാൽ സാറിൻ്റെ പ്രത്യേകതയും. നമ്മളിപ്പോൾ ദൃശ്യം 1 സാറ് മോഹൻലാൽ അഭിനയിച്ച പല സീനുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് സാറിന് കിട്ടിയ അത്ഭുതം പറ്റിയ ഒരു അദ്ദേഹത്തിൽ നിന്നൊരു മാജിക്കൽ പെർഫോമൻസ് കിട്ടിയതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ദൃശ്യം 3 എത്തുന്ന സമയത്ത് ജോർജ് കുട്ടീൻ്റെ ഒരു പെർഫോമൻസ് ഭയങ്കര രസമാണ്. പക്ഷേ നമുക്കെപ്പോഴും ആളുകൾ മുഴുവൻ പറയുന്ന കാര്യമാണ്, അപ്പം മോഹൻലാൽ സോ ഗോട്ടഡ് ദാറ്റ് അദ്ദേഹം ചെയ്യുന്ന പെർഫോമൻസൊക്കെ നമുക്ക് ഭയങ്കര സാധാരണയായി കഴിഞ്ഞു. അതേ ഇനി എന്ത് ചെയ്താലും അത് മോഹൻലാലല്ലേ, അദ്ദേഹം അത് ചെയ്യുമല്ലോ എന്നായിപ്പോയി. അപ്പോൾ ജിത്തു ജോസഫ് എന്നുള്ള സംവിധായകന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ജോർജ് കുട്ടീനെ അതിമനോഹരമായി സ്ക്രീനിൽ എത്തിച്ചു, പക്ഷെ മോഹൻലാൽ ആയതുകൊണ്ട് ആളുകൾ അത് നാച്ചുറലാണ്, അതങ്ങനെ ചെയ്യുമല്ലോ എന്ന് കമൻസ്. തീർച്ചയായിട്ടും നാച്ചുറലാണ്. നമുക്ക് ഏത് നടന്മാരും നന്നായിട്ട് അഭിനയിച്ചു എന്ന് തോന്നുന്നത് ആ നടൻ്റെ പ്രശ്നങ്ങളും വികാരങ്ങളും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ അത് അയാൾ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് തന്നെ. ഈ ഇതിനകത്തൊരു പ്രോബ്ലം എന്നാണെന്നല്ലോ, ലാലേട്ടൻ ആ ചെയ്യുന്ന ആ സീക്വൻസുകൾ നമുക്ക് കാണുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ഞാൻ വേറെ പറയാം, നേരെന്ന് പറയുന്ന സിനിമയിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഒരു നോർമൽ ക്യാരക്ടർ ഇതാന്ന് പറഞ്ഞാൽ ആ സട്ടിലിറ്റി അഭിനയിക്കാനാണ് ബുദ്ധിമുട്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ആക്രോശിച്ചോ അടിയും ബഹളോ അങ്ങനെയുള്ളതെല്ലാം ഒരു സ്ഫോടകാത്മകമായ രീതിയിലൊക്കെയുള്ള ക്യാരക്ടറൈസേഷനൊക്കെ കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ ആ ഒരു കൈയും കാലും എടുത്ത് ഫേഷ്യൽ എക്സ്പ്രഷനും അതും ഇതും ലൗഡ് സൗണ്ടിങ്ങും എല്ലാം കൂടെ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ സട്ടിലായിട്ട് മനസ്സിൽ നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങൾ ചെയ്യുന്ന സട്ടിലായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതാണ് ലാൽ സാറിൻ്റെ പ്രത്യേകതയും. അതുകൊണ്ട് അദ്ദേഹം ഇത് പക്ഷെ അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അവിടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വേറൊരു ലെവലിലേക്ക് വരുന്നത്. ചില കാര്യങ്ങൾ ഞാനത് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് ഞാൻ 1 എല്ലാവരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരിനകത്തൊരിതുണ്ട്, ഒരു വ്യക്തിയോ ഒരു ലോയറോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവിടെ ലോയറല്ല, ഒരാളെ വിളിച്ച് കൂട്ടിക്കയറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ശിക്ഷ എന്താണെന്നറിയാമോ എന്ന് പറയുമ്പോൾ പുള്ളി പെട്ടെന്ന് അറിയാം, ഇത് പ്രകാരം IPC ഇത്ര പ്രകാരം ഇന്ന വർഷം ഇതെന്ന് പറയുമ്പോൾ അയാളൊരു LLB പഠിച്ച ആളായിരുന്നു, പുള്ളിക്കറിയില്ലല്ലോ. അപ്പോൾ ഇത് ഓൾറെഡി ഡയലോഗ് ഒക്കെ റിഹേഴ്സൽ ചെയ്താൽ വായിച്ചതാണ്, ഇതാണ് വരാൻ പോകുന്ന ഡയലോഗ് എന്നറിയാം. അപ്പോൾ ഇങ്ങനെ ജോർജില്ല അഡ്വക്കേറ്റ് പുള്ളി ഇങ്ങനെ നോക്കി ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു മറുപടി പറയുമ്പോൾ ലാൽ സാറിൻ്റെ കണ്ണിങ്ങനെ, അതായത് പ്രതീക്ഷിച്ചില്ല ഇയാളിൽ നിന്ന് ഈ ഡയലോഗാണ് വരാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയും നാച്ചുറലി ആ കണ്ണങ്ങ് വികസിക്കുകയാണ്. ബിഹേവ് ചെയ്യാൻ നമ്മൾ പറയില്ലേ, ദാറ്റ്സ് ബിഹേവിങ്. അതാണ് ഞാനിങ്ങനെ നോക്കി, എന്ത് രസമായിട്ടത് ചെയ്തു എന്നുള്ളതാണ്. അത് ചെയ്തതല്ല, അത് സംഭവിച്ചതാണ്. അപ്പം അങ്ങനത്തെ മൈന്യൂട്ട് സാധനങ്ങൾ ലാൽ സാറിലുണ്ട്, അത് ഒത്തിരി ഉണ്ട്. അദ്ദേഹം വലിയൊരു ആക്ടർ ആയതുകൊണ്ട്. പിന്നെ ഇപ്പം ദൃശ്യം 3 രസമുള്ള, ദൃശ്യം 1 2 കുറച്ച് കുറവായിരുന്നെങ്കിലും ദൃശ്യം 3 ഭയങ്കര രസമായിട്ട് വന്നത് ആ ഫാമിലിയുടെ ഒരു സിറ്റുവേഷൻസ് കാണിച്ചതാണ്. ലൈക്ക് ഇതിൻ്റെ ഒരു ക്രൈം കുറേ പേർക്ക് ഭയങ്കര ലാഗാത്, അതാണ് ഓഡിയൻസിൻ്റെ വ്യത്യാസം. ഡിഫറൻസ് ഉണ്ട്. എന്നോട് കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞത് 1ൻ്റെയും 2നെക്കാളും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫ് 3 ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. അത് എല്ലാം ഫാമിലിയാണ്. അതിനകത്ത് യങ്സ്റ്റേഴ്സ് പോലും ഉണ്ട്, കാരണം അങ്ങനെ ഒരു ഫാമിലി ഇഷ്ടപ്പെടുന്നവർ. പക്ഷേ വേറെ കുറേ ടൈപ്പ് ഓഡിയൻസ് ഉണ്ടല്ലോ, അവർക്ക് പ്രശ്നം വരണം, അതിൻ്റെ സസ്പെൻസ് അറിയണം, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവർക്കിത് ഭയങ്കര ലാഗാണ്. പക്ഷേ ആ ഫാമിലിയും കൂടെ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറോട് ബിൽഡ് ചെയ്താലേ നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ. എനിക്ക് പിന്നെ റൈറ്റിങ്ങിൻ്റെ ലെവലിൽ ഇപ്പം എന്താ പറയുക, വേറൊരു ഷെയ്ഡും കൂടെ ഇപ്പം ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പം മൈ ബോസിലാണെങ്കിലും സാറിൻ്റെ ബാക്കി കുറച്ച് പടങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫാമിലിയും അതിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ചില കോമഡി ഞാൻ കരുതുന്നത് അത് എഴുതാൻ ഭയങ്കര പ്രയാസമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ഇപ്പോൾ ത്രില്ലർ, അത് എല്ലാം പ്രയാസം തന്നെ, ബട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൊമെൻ്റ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പം അങ്ങനെ ചില സംഭവങ്ങൾ കൊടുക്കാം, ഞെട്ടിക്കാം എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് വളരെ കാഷ്വൽ ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്ക് അതിനകത്തുനിന്ന് ആളുകളിൽ നിന്ന് ചിരിപ്പിക്കുക, അവരത് എൻജോയ് ചെയ്യുക എന്നുള്ളത് എഴുതാൻ പ്രയാസമാണെന്നാണ് വിചാരിക്കുന്നത്. പല റൈറ്റേഴ്സിനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത്
ഈ അവിടെയാണ് ആൾ ഈ ടെൻഷനിലൊക്കെ നിൽക്കുമ്പോൾ ജോർജ് കുട്ടി ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ലൈക്ക് അത് കൈ കഴുകാൻ പോകുന്നു. അപ്പം എനിക്കൊക്കെ ഭയങ്കര റിലേറ്റ് ചെയ്ത് തോന്നി. അപ്പോൾ ഈ കൈ കഴുകുന്ന തുണി എടുത്ത് പെട്ടെന്ന് അവിടെ തുടയ്ക്കാൻ പോകുന്നു. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാവും നമ്മുടെ അപ്പച്ചന്മാരങ്ങനെ, അപ്പച്ചന്മാർ പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ, ലൈക്ക് ഇത് കൈ കഴുകാനുള്ള തുണി, ഇത് ഇതിനുള്ള തുണി, ഇത് ഇതിനുള്ള തുണി എന്നുള്ളത്. അവർ പെട്ടെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വീട്ടുകാരെല്ലാവരും ലൈക്ക് പൊതുവെ റാണിയൊക്കെ അതിനെ അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. ആ സീൻസൊക്കെ ഭയങ്കര കണക്ട് ചെയ്യുന്നതുമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പം അത്തരം സീനുകളുടെ എഴുത്തൊക്കെ ജിത്തു ജോസഫ് ഭയങ്കര ആസ്വദിച്ച് ചെയ്യുമോ, അല്ലെങ്കിൽ എങ്ങനെ അതിന് കുറേ ടൈം എടുക്കുമോ അതൊക്കെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ? ഡിപ്പെൻസ്. ഇപ്പം നമ്മൾ ലൈഫിൽ കണ്ടിട്ടുള്ള ഇതിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്യാണെങ്കിൽ പെട്ടെന്ന് എഴുതാം. അപ്പോൾ ഇതിനകത്ത് വെള്ളം കുൽക്കുഴിയിട്ട് പുറത്തേക്ക് വാഷ് ബേസിനല്ല തറയിലേക്ക് ചെയ്യുന്ന എൻ്റെ ഫാദർ ചെയ്താൽ, പക്ഷെ ആ ഇതെടുത്ത് തുടയ്ക്കാൻ അത് സംഭവിച്ചിട്ടില്ലായിരുന്നു. അത് പെട്ടെന്ന് ഞാൻ ഓർത്തു, പെട്ടെന്ന് ജോർജ് കുട്ടി ഈ ഒരു അബദ്ധം പറ്റിയല്ലോ എന്ന് ഓർത്തുകൊണ്ട് അത് പെട്ടെന്ന് ഞാൻ ഇത് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ സീൻസ് എഴുതി ഫലിപ്പിക്കാൻ ഇപ്പം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു ത്രില്ലറും ഇതുമൊക്കെ നമുക്ക് ഡയലോഗും എഴുതി മ്യൂസിക്കും ഇട്ട് ഷോർട്ട് വൈസ് ഒക്കെ വരട്ടി നമുക്ക് ആ ഫീൽ ഉണ്ട്. ഇതിനത് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും ഒന്നും അല്ല കേട്ടോ, അവിടെയാണ് നമ്മൾ ഓർക്കേണ്ട ചില പേരുകൾ. ശ്രീനിയേട്ടൻ, നമ്മുടെ ലോകിയേട്ടൻ, അങ്ങനെ കുറേ റൈറ്റേഴ്സ് ഉണ്ട്. പെട്ടെന്ന് പേര് കിട്ടിയ രണ്ടുപേരും ഓർത്ത്. ഇവരൊക്കെ ചെയ്ത് ഭയങ്കര നാച്ചുറലായിട്ട് കുടുംബത്തിനകത്തെ സംഭവങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ നർമ്മത്തിൽ ഇത് ചെയ്ത് ആ റൈറ്റിംഗ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ കുറേ നല്ല റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. ശ്രീനിയേട്ടൻ ആ കാര്യത്തിലൊരു ജീനിയസ് ആണ് ആക്ച്വലി. അത് എല്ലാ ടൈപ്പ് ചെയ്യും. പക്ഷേ അത് എനിക്ക് തോന്നുന്ന ആ നിരീക്ഷണമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫിലും ലോഹിയേട്ടനെയൊക്കെ അവരുടെ ലൈഫിൽ കണ്ടിട്ടുള്ളതും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുമല്ലോ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇതിനകത്ത് എങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഒരു സംഭവം. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള റൈറ്റിങ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരു സീരീസ് ഓഫ് നമ്മളിങ്ങനെ ക്രൈം ത്രില്ലേഴ്സും ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസിൻ്റെ ഒക്കെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഒരു ഭയങ്കര കംപ്ലീറ്റ് ഫൺ റോണറിലൊരു സംഭവം വർക്കൗട്ട് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ടോ? ആഗ്രഹം എന്നും ഉണ്ട്. ഞാനിപ്പം അത് നുണക്കുഴി ഞാൻ ആ ഒരു ഇതിലാണ് ചെയ്തത്. ഒരു നല്ല ഒരു ഫാമിലി ബേസ്ഡ് ഹ്യൂമർ അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് വരണ്ടേ, ഇത് നടക്കണ്ടേ. ഒന്നാമത് ഒരു കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് പ്രൊജക്റ്റ് വന്നപ്പം കുറച്ച് എന്താ പറയുക, നമ്മളൊന്ന് തിരക്ക് മാത്രമല്ല, ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രഷറൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് പതുക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എനിക്കൊന്ന് പതിയെ വേറെ കുറച്ച് ജോണറുകൾ ഞാൻ ട്രൈ ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പം അങ്ങനെ കിട്ടണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ട്രൈ ചെയ്യാത്ത ഏതെങ്കിലും ജോണർ ഭയങ്കര ആഗ്രഹമുണ്ടോ? ഇപ്പം കുറേ ജോണേഴ്സ് ഉണ്ട്. കുറേ ജോണേഴ്സ് ഇപ്പം ഞാൻ ചെയ്യാത്ത ഹൊറർ ആണെങ്കിലും മ്യൂസിക്കലാണെങ്കിലും കുട്ടികളുടെ സിനിമയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ പണ്ട് രാജുവിനോട് പറഞ്ഞൊരു കഥയുണ്ട്. പക്ഷെ അത് ഒരിക്കലും അതൊരു സീരിയസ് ഫിലിമാണ്. രാജു എന്നോട് പറഞ്ഞു, ജിത്തു അത് എപ്പോൾ എഴുതിയ അപ്പം ഡേറ്റാന്ന് പറഞ്ഞു കഥ. അത് ഞാൻ മെമ്മറീസിൻ്റെ സമയത്ത് പറഞ്ഞതാണ്. പക്ഷേ ത്രില്ലറോ അതൊന്നുമല്ല, ഒരു ഫാമിലി ഡ്രാമയാണ്. അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഫെസ്റ്റിവലിനൊക്കെ അയക്കേണ്ട സിനിമയായിരിക്കും. എനിക്കറിയില്ല, നമ്മുടെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് കൊമേഴ്സ്യലി തിയേറ്ററിലേക്ക് റിലീസ് ചെയ്താൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എ സീരിയസ് അതെനിക്ക് എഴുതണമെന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം രാജു എന്ന് പറഞ്ഞു, ജിത്തു അത് എന്ന് എഴുതുന്നോ അന്ന് ഡേറ്റാണ് എന്നോടൊരു വാക്ക് പറഞ്ഞാണ്. പക്ഷെ അത് ഇതിനായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ മടി പിടിച്ച് ഒന്നാതെ എഴുതുക എന്ന് പറയുന്നതിന് മടി പിടിച്ച് ഇരിക്കുകയാണ്. പക്ഷെ ഈയിടെ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ഡാഡി ആ സ്ക്രിപ്റ്റ് എഴുതാത്ത, എപ്പോഴും കൊമേഴ്സ്യൽ മാത്രം ചിന്തിക്കാതെ അങ്ങനത്തെ ഒരു സിനിമ ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. ശരിയാ. ഇപ്പം മലയാളത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഏത് കൈൻഡ് ഓഫ് മൂവീസ്, ഈവൻ ഫെസ്റ്റിവൽ മൂവി, ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ, അങ്ങനെയുള്ള കുറേ ഫെസ്റ്റിവൽസിൽ ഹിറ്റായ പടങ്ങൾ, പാട്ടം പോലെയുള്ള സിനിമകൾക്കൊക്കെ കുറേയൊക്കെ ഓഡിയൻസ് മുന്നത്തെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. അതെ, പക്ഷേ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ സിനിമ ഒരു ബിസിനസ് കൂടിയാണ്. അപ്പോൾ തിയേറ്ററിലൊരു ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫിൽ തന്നെ എന്നിൽ നിന്ന് ത്രില്ലറും സസ്പെൻസും പ്രതീക്ഷിക്കുന്ന ഓഡിയൻസിന് നമ്മുടെ ദൃശ്യം 3യുടെ ഫസ്റ്റ് ഹാഫ് ലാഗാണ്. അപ്പം ഞാനിങ്ങനെ ഒരു സിനിമയായിട്ട് വരുമ്പോൾ അത് മജോറിറ്റി ഓഡിയൻസും പ്രതീക്ഷിക്കുന്ന ഒരു എൻ്റർടൈനിങ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇതാണ്. അപ്പം ഞാൻ ഈ കഥയൊക്കെ എഴുതുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് പ്രൊഡ്യൂസറോട് വയബിളാണ്. കാരണം ഇപ്പോൾ ബഡ്ജറ്റ് ഭയങ്കരമായിട്ടും ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അതിൻ്റെ അപ്പം എനിക്ക് അങ്ങനെ നോക്കാതെ ചെയ്യാൻ പറ്റും.
അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം കൊണ്ടുവന്നിട്ട് അത് ചെയ്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും കണക്കിലെടുക്കണം. അതാണ് കാരണം. അതിപ്പോൾ രാജു അത് ഇഷ്ടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് രാജുവിനെ വെച്ച് തന്നെ ചെയ്യണമെന്നുണ്ട്.